Hi learners, welcome to our UGC net. ഇന്ന് നമ്മൾ യൂണിറ്റ് 5 ടോപ്പിക് 8 സ്റ്റോറേജ് മാനേജ്മെൻറ്റ് ആണ് നോക്കാൻ പോണത്. ഓക്കെ, ഇൻ ദിസ് ടോപ്പിക് the subtopics are mass storage structure, disk structure, scheduling and management, RAID structure. We will see detailing the disk structure and disk scheduling because it came in previous 2020 November question paper. Now, as a quickly analyzing of a previous question paper, we found that disk structure having a 6th question and disk scheduling having a 1 question in 2020 November. First subtopic is disk structure. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. As we know, the disk structure is using divided into a track, cylinders and sector. In one or a more surface, each of which contain a several tracks which are divided to the track into sub is called as a sector, where it having a one read and write head for every surface of a disk. Okay, in cylinder having a same track on a all surfaces. Okay, ഇതിനകത്ത് important ഇതാണ്, the speed of the disk is measuring in 3 parts: shrinking time, rotation latent, transfer rate. Sinking time എന്താണ്? A time required by read and write head moving from one track to another track. Sinking time. It is mostly used for only a disk scheduling. So the sinking time formula എന്താണ് ഇതിനകത്ത്? The time to cross one cylinder or a track multiplied by into number of track crossed. ഇതാണ് sinking time. അടുത്ത് rotational latent. Rotational latent എന്താണ്? Same. The time is required by read and write head is moving from one sector to other sector. ഇവിടെ sector ആണ് യൂസ് ചെയ്യണത്. ഇതിനകത്ത് ഡിസ്ക് ഷെഡ്യൂളിംഗ് യൂസ് ചെയ്യും, ബട്ട് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എ റൊട്ടേഷൻ ഫ്രീക്വൻസി. ഇറ്റ് ഓൺലി യൂസ് ഫോർ മോഡേൺ സിസ്റ്റം ഓർ ആക്ച്വലി ഇൻ ഫിസിക്കൽ ലൊക്കേഷൻ ഓഫ് എ ബ്ലോക്ക്. ഇതിൻ്റെ ഫോർമുല എന്താണ്? ദ ആംഗിൾ ബിറ്റ്വീൻ ദ കറൻറ്റ് പൊസിഷൻ ഓർ റിക്വയർമെൻറ്റ് സെക്ടർ ഡിവൈഡഡ് ബൈ റൊട്ടേഷൻ ഓഫ് എ ഫ്രീക്വൻസി. എത്ര ഫ്രീക്വൻസിയിലകത്ത് റൊട്ടേറ്റ് ചെയ്യണത്, ആംഗിൾ എത്ര കറൻറ്റ് പൊസിഷനിൽ റിക്വയർഡ് ആണ് സെക്ടറിൽ, അത് നമുക്ക് കിട്ടണം എന്താണ്? റൊട്ടേഷൻ ലാറ്റൻ കിട്ടുന്നത്. അടുത്ത എന്താണ്? ട്രാൻസ്ഫർ ടൈം. ഈ ട്രാൻസ്ഫർ ടൈം ഇസ് എ റേറ്റ് ഇൻ വിച്ച് ദ ഡേറ്റ മൂവിങ് ഫ്രം ഡിസ്ക് ടു ദ കമ്പ്യൂട്ടർ. ഇതിനകത്ത് എന്താ? ഡിസ്ക് ടു ദ കമ്പ്യൂട്ടറിനകത്ത് മൂവിങ് ചെയ്യുന്ന സംഭവമാണ് ട്രാൻസ്ഫർ റേറ്റ്. സോ ട്രാൻസ്ഫർ ടൈമിലെ ഫോർമുല എന്താണ്? ഡേറ്റ ടു ബി ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ ദ ട്രാൻസ്ഫർ റേറ്റ്. ദ ഡേറ്റ ഓഫ് എ ട്രാൻസ്ഫർ എക്സാമ്പിൾ തരും. അത് നമുക്ക് ട്രാൻസ്ഫർ റേറ്റ് ഇല്ല, അപ്പം അതിൽ കണ്ടുപിടിച്ചെടുത്ത് എന്താണ്? ട്രാൻസ്ഫർ റേറ്റ് മൾട്ടിപ്ലൈ ബൈ ദ നമ്പർ ഓഫ് എ സർഫേസ് ഇൻ ദിസ് കപ്പാസിറ്റി ഓഫ് എ ട്രാക്ക്, ദെൻ മൾട്ടിപ്ലൈ ബൈ ദ റൊട്ടേഷൻ ഓഫ് എ ഈച്ച് ഓഫ് ദ റിക്വയർമെൻറ്റ് ഓഫ് എ സെക്ടർ. Then we have to find the total disk of a capacity. ഇത് എപ്പം ബി വരണ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ഡിസ്ക് ഓഫ് ദ കപ്പാസിറ്റി. അപ്പം നമുക്ക് എന്ത്? നമ്പർ ഓഫ് എ സർഫേസ് multiply by number of a track of a per surface multiply by number of sector of per track, പിന്നെ multiply by size of the each sector. പിന്നെ വരേണ്ട ക്വസ്റ്റ്യൻ ഡേറ്റ ആക്സസിങ് ടൈം. എത്ര ഡേറ്റ ആക്സസിങ് ടൈം? അപ്പോൾ നമുക്ക് എന്താ ചെയ്യണം? സിങ്കിങ് ടൈം പ്ലസ് റൊട്ടേഷൻ ലാറ്റിൻ പ്ലസ് ട്രാൻസ്ഫറിങ് ടൈം, ഇതെല്ലാം പ്ലസ് ആഡിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്ക് ആക്സസിങ് ടൈമാണ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ which mostly come into the disk structure. Next subtopic is disk scheduling algorithm. എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഡിസ്ക് ഷെഡ്യൂളിംഗ് എന്താണ്? ഇറ്റ് ഈസ് എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു ഷെഡ്യൂൾ എ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റിക്വസ്റ്റ് അറൈവ് ഫോർ എ ഡിസ്ക്. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ where when the multiple input and output request in many different processors, then only one input and output request can be server at a time by the disk controller. Disk scheduling types are first come first server schedule, shortest syncing time first scheduling, scan scheduling, look scheduling. ഇതിലകത്ത് മെയിൻ മൂന്നാണ് ഇമ്പോർട്ടൻറ്റ് UGC നെറ്റിലകത്ത്.
first come first server scheduling, shortest syncing time, first scheduling, scan scheduling. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അൽഗോരിതം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവർ ഷെഡ്യൂളിംഗ് FCFS. ഓക്കെ, ഈ അൽഗോരിതം സെയിം ആസ് എ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ക്യൂ ആയിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ദ റിക്വസ്റ്റ് ആർ അഡ്രസ് ഇൻ എ ഓർഡർ ദ അറൈവിംഗ് ഇൻ എ ഡിസ്ക് സീക്വൻസ് വേർ ദ ജോബ് ആർ എക്സിക്യൂട്ടഡ് ഓൺ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവർ ബേസ്. നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിളിനകത്ത് ഓർഡർ റിക്വസ്റ്റ് എത്രയാണ്? 82, 170, 43, 140, 24, 16, 190. അതിൽ ഹെഡ് എവിടെ നിന്ന് റീഡ് ചെയ്യുന്നത്? 50. ഇതിനകത്ത് എന്താണ്? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവർ ഷെഡ്യൂളിംഗ്. 50 കഴിഞ്ഞിട്ട് ഏതാണ് ഫസ്റ്റ് വരുന്നത്? 82. 82 കഴിഞ്ഞിട്ട് 170, 170 കഴിഞ്ഞിട്ട് 43, അങ്ങനെ 190. ആ സീക്വൻസ് ഏത് സീക്വൻസാണ് ആ ഓർഡർ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ സിങ്ക് ടൈം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി 82 മൈനസ് 50 പ്ലസ് 170 മൈനസ് 82 പ്ലസ് 170 മൈനസ് 43 പ്ലസ് 140 മൈനസ് 43 പ്ലസ് 140 മൈനസ് 24 പ്ലസ് 24 മൈനസ് 60 പ്ലസ് 190 മൈനസ് 60. ഇത്ര ആൻസർ, ടോട്ടൽ ആൻസർ എത്രയാണ്? 642 ആണ് ടോട്ടൽ സിങ്കിങ് ടൈം. നെക്സ്റ്റ് അൽഗോരിതം ഷോർട്ടസ്റ്റ് സിങ്കിങ് ടൈം ഫസ്റ്റ് ഷെഡ്യൂളിംഗ് SSTF. ഓക്കെ, ഇതിനകത്ത് എന്താണ്? ദ ക്ലോസസ്റ്റ് ടു ദ കറൻറ്റ് ഹെഡ് ആർ സെർവർ ഫസ്റ്റ് ബിഫോർ. ഇറ്റ് മീൻസ് ഓൾവേസ് ദ മിനിമം ആംസ് മൂവിങ് ടു ദ മാക്സിമം ത്രൂപുട്ട്. ഇതിനകത്ത് എക്സാമ്പിൾ നോക്കാം, അപ്പം ഈസിലി മനസ്സിലാവും. ഇതിനകത്ത് എക്സാമ്പിളിനകത്ത് എന്താണ്? ഇതിനകത്ത് ഓർഡർ എന്താ തന്നത്? 82, 170, 43, 140, 24, 16, 190. കറൻറ്റ് ഹെഡ് പൊസിഷൻ എവിടെയാണ്? 50. 15 ക്ലോസസ്റ്റ് ഏതാണ്? ഷോർട്ടസ്റ്റ് സിങ്കിങ് ടൈം ഏതാണ്? 43. 43 ഏത്? 24. 24 കഴിഞ്ഞിട്ട് 60, 60 കഴിഞ്ഞിട്ട് 82, 82 കഴിഞ്ഞിട്ട് 140, 140 കഴിഞ്ഞിട്ട് 170, അത് കഴിഞ്ഞിട്ട് 190. Then we want to find total sinking time. Total sinking time have the same formula. 50 minus 43 plus 43 minus 24 plus 24 minus 60 plus 82 minus 60 plus 140 minus 82 plus 170 minus 40 plus 190 minus 70. So total answer will 208 is the total sinking time. Next algorithm is scan algorithm. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിനകത്ത് first the head is moving one direction and cover all the request of the path. Then only it is moving to the opposite direction if there any remaining request path is there. നമ്മൾ എക്സാമ്പിൾ നോക്കാം, ബേസിക്കലി മനസ്സിലാവും. ഈ എക്സാമ്പിളിനകത്ത് എന്താണ് ഓർഡർ തന്നത്? റിക്വസ്റ്റ് ഓർഡർ എത്ര തന്നത്? 82, 170, 43, 140, 24, 60, 190. And the header will be start on 50. Okay, scan scheduling എന്താണ്? header is moving towards the one direction. Okay, so അതാണ് 15 ആണ് സ്റ്റാർട്ട് ആയ, പിന്നെ 82 കഴിഞ്ഞ 140 കഴിഞ്ഞ 170 കഴിഞ്ഞ 190 കഴിഞ്ഞ 199 because it is last request. ഇതെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടേ അത് തിരിച്ച് വരും. എവിടെ പോകും? തിരിച്ച് വന്ന് 43, 24, 60. ഇതിനകത്ത് സിങ്കിങ് ടൈം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 199 മൈനസ് ഹെഡ് വേർ ഇറ്റ് ഈസ് ഹെഡ് സ്റ്റാർട്ട് പ്ലസ് 199 മൈനസ് എവിടെ ഹെഡ് സ്റ്റോപ്പ് ആയത്. അതിനകത്താണ് ടോട്ടൽ സിങ്കിങ് ടൈം ഈസ് 332. Thank you very much and best of luck for UGC NET.